ശ്യാംരാജ്, കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ ബലാത്സംഗ കേസുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. 4 വർഷത്തിനിടെ ബലാത്സംഗത്തിന് ഇരയായത് 10,716 സ്ത്രീകളാണ്. 2022 മുതൽ 2025 വരെയുള്ള കണക്കുകളാണിത്. ലൈംഗിക പീഡന ശ്രമങ്ങൾ, അതിൻ്റെ കണക്കും നാണിപ്പിക്കും. 17,675 കേസുകളാണ് ഈ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കേരളം നമ്പർ 1 ആണെന്ന് പറയുകയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, ഇപ്പോൾ ഞാൻ ആ ചോദ്യത്തിലോട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് മുമ്പോട് സംസാരിച്ചിരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം എടുത്തത് മൊത്തം ഈ പോലീസിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ നോക്കുമ്പോൾ വെറും ബാലിശമായിട്ടുള്ള വാദങ്ങൾ നിർത്തിക്കൊണ്ട് പോലീസുകാർ മുഴുവൻ നല്ലവരാണെന്നും അടിസ്ഥാന വിഷയത്തിൽ നിന്ന് തന്നെ തെന്നി മാറിക്കൊണ്ട് മറ്റെന്തോയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ അടിസ്ഥാന വിഷയം എന്നാണ്. അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് പട്ടാപ്പകൽ ഒരു സ്പായിൽ ഒരു പെൺകുട്ടി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. എങ്ങനെ? കഴുത്തിൽ കത്തി വെച്ചിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. അപ്പോൾ അതിനകത്ത് എന്താണ് പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടോ, സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടോ? കുറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇനി നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നതിന് പകരം ഈ പറയുന്ന പോലീസുകാരെ മൊത്തം വെള്ള പൂശുകയും വിഷയം മറ്റൊരു തരത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് തെറ്റുകളായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാണ് മറ്റേ ഈ പോലീസ്, അതായത് കാപ്പാപ്രതിയാണ്, അയാൾക്ക് പത്തനംതിട്ട ജില്ലയിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നിട്ട് കൂടി അയാൾ കയറി നിൽക്കുകയായിരുന്നത്. ആരുടെ തെറ്റാ? കാപ്പാ കേസിൽ ഒരു പ്രതി, അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ കയ്യിലുണ്ടാവത്തില്ലേ? ഇനി അയാൾ സ്റ്റേഷൻ ആ പരിധി ജില്ല ലംഘിച്ച് വീണ്ടും ജില്ലയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണെന്നേ? ആ കുഴപ്പമെന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഇമാതിരി പറയുന്ന ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് പകൽ വിട്ടിരിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഇത്തരത്തിലുള്ള ഈ ഓരോരോ പേരുണ്ടല്ലോ, വെട്ടുകിളി സതീശരാത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുബിൻ്റെ എന്താ അങ്ങനത്തെയുള്ള പേരുണ്ടല്ലോ. ഇമാതിരി ഗുണ്ടകളെ സ്വയം ഇരട്ടപ്പേരും സ്വയം സ്ഥാനപ്പേരൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഇമാതിരി ഗുണ്ടകളുമായിട്ട് അത് തന്നെ ഇമാതിരി ഗുണ്ടകളുമായിട്ട് കൂട്ടുകൂടുന്ന അവരോടൊപ്പം നിൽക്കുന്ന പോലീസുകാരുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണെന്നേ. അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഈ പറയുന്ന പോലീസുകാരിൽ നിന്നും ഈ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിൽ നിന്നും തന്നെയാണ്. ഒരു സംശയം വേണ്ട അതിന്. അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ കാര്യമാണ്. ഇതിനകത്ത് പോലീസിന് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കേരളത്തിലെ പട്ടാപ്പകൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉത്തർപ്രദേശുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഉത്തർപ്രദേശിലെ പോലീസുകാർ ആരും നിയമവിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല. അവിടെ ഗുണ്ടകളുമായിട്ടുള്ള അവരുമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും പോലീസിന് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെടിവെക്കുന്നു. അതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായിട്ടൊന്നും യു പിയിലെ പോലീസൊന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല. എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, കേരള പോലീസ് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾ നിയമത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്താൽ മതി. കേരളത്തിലെ പോലീസ് ജനത്തിനെ ക്രമസമാധാന നില സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നാട്ടിലെ സാധാരണക്കാർക്കൊന്നും വഴിയിലേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യേണ്ട. നിയമം അനുശാസിക്കുന്ന രീതിയിലൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ഇമാതിരി ഗുണ്ടകളെ കാപ്പാ കേസും അടിച്ചിട്ട് ജില്ലയ്ക്ക് പുറത്തു പോകണമെന്ന് കോടതി പറയുമ്പോൾ ഈ ജില്ലയ്ക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവന്മാരെ നിങ്ങൾ സമ്മതിക്കാതിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗുണ്ടകളുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെവിടേക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് അന്വേഷിച്ചാൽ മതി. ഇതാണ് ഇവർ ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ പല കാര്യത്തിലും നേടിയ നേട്ടങ്ങൾ, അത് 1900 ചരിത്രം പറഞ്ഞാൽ കുറേ പോകേണ്ടി വരും. കേരളം രൂപീകൃതമാകുന്ന സമയത്ത് 50% കൂടുതൽ സാക്ഷരത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ആ സാക്ഷരതയുടെ ക്രെഡിറ്റ് പോലും സ്വന്തം കീശയിലേക്ക് ആക്കുന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷം കേരളത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഇന്നാട്ടിലെ നമ്മുടെ പുരോഗമനത്തിനോ അല്ലെങ്കിൽ ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിനോ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അല്ലെങ്കിൽ ഇന്നാട്ടിലെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓർമ്മയില്ലേ, വിമല എന്ന് പറയുന്ന പാലക്കാട് വിമല എന്ന് പറയുന്ന BJP പ്രവർത്തകർ വീട്ടിലുള്ളപ്പോൾ അവരെ ഗ്യാസ് തീ വെച്ച് അവരെ കൊലപ്പെടുത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. ഇവരെന്ത് സ്ത്രീ സുരക്ഷയാണ് പറയുന്നത്? ഇവർ എതിർ രാഷ്ട്രീയക്കാരോട് ഇവർ സ്ത്രീകളോടുള്ള മാന്യത കാണിക്കാറുണ്ടോ? ഇവർ ഈ നാട്ടിലെ സാധാരണക്കാരുള്ള സ്ത്രീകളോട് ഈ നാട്ടിൽ മാന്യത കാണിക്കാറുണ്ടോ? ഇവർ ആരോടെ മാന്യത കാണിക്കുന്നത്? അപ്പോൾ സ്ത്രീ സുരക്ഷ എന്നൊന്നും വെറുതെ ഇരുന്നങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ചെയ്യാത്ത കാര്യം വെറുതെ ഇരുന്നങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പാർട്ടിക്കകത്ത് തന്നെ എത്രയോ പരാതികളാണ് വന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ എത്രയോ പരാതികളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നടപടി എന്തായിരുന്നു? അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരുന്നു? അവരവിടെ ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ അന്വേഷണ സമിതി ഉണ്ടാക്കുന്നു, അവരെല്ലാം കുറ്റമുക്തരാക്കുന്നു.
അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയന് ഭരിക്കാൻ അറിയില്ല. പിണറായി വിജയന് ഈ നാട്ടിലെ ക്രമസമാധാനം പാലിക്കാനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ, ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി എന്ന് പറയുന്ന പോലെ അതിന് പറ്റുന്ന കുറേ പോലീസുകാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ അതിന് പറ്റുന്ന കുറേ പോലീസുകാരും കൂടെ സിൽബന്ദികളായിട്ട് ഇവർ നടത്തുന്നത് ഈ നാടിനെ മറ്റൊരു തരത്തിലേക്ക് ഗുണ്ടാരാജ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ വെറുതെ കള്ളം പറഞ്ഞിട്ടോ പോലീസിനെ വെള്ള പൂശിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, പാർട്ടി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരെയാണ് ക്രമസമാധാന പാലനത്തിന് ചുമതലപ്പെടുത്തുന്നത്. കാരണം എനിക്കറിയാവുന്ന ചില കേസസ് ഒക്കെ ഉണ്ട്, കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഇയാളെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തരുത് എന്ന്. പക്ഷേ പിണറായി വിജയൻ അവരെ തന്നെയാണ് ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ളത്. ക്രിമിനൽ കേസ് നേരിടുന്ന എത്രയോ പോലീസുകാരുണ്ടെന്ന് കേരള പോലീസിൽ. അതെ, ക്രിമിനൽ കേസ് നേരിടുന്ന എത്രയോ പോലീസുകാരുണ്ട് കേരളത്തിൽ. കേരള പോലീസ് സർവീസിൽ ഇപ്പോൾ എത്രയോ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ലെന്നേ. ഇപ്പൊ അതായത് കാക്കി ഇട്ട ഗുണ്ടകളും കാക്കി ഇടാത്ത ഗുണ്ടകളും, അതേയുള്ള വ്യത്യാസം. ഓക്കെ, എല്ലാവരും ഒന്ന് അടച്ചു പറയാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും കേരള പോലീസിലും കേരള പോലീസിന് പുറത്തും കാക്കി ഇട്ട ഗുണ്ടകളും കാക്കി ഇടാത്ത ഗുണ്ടകളും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ.